വെൽക്കം ടു Mahimas കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ചെമ്മീൻ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ചെമ്മീൻ വട ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിയിലോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ ഇട്ട് ക്രഷ് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 250 ഗ്രാം പ്രോൺസ് അല്ലെങ്കിൽ ചെമ്മീൻ ഉപയോഗിക്കാം. ഇത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്യാം. ഞാൻ ഇന്ന് ഫുഡ് പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം മിക്സിയുടെ ചെറിയ ജാറ് വെച്ചിട്ട് നമ്മൾ പതുക്കെ പൾസ് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ മിക്സി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം. നല്ല കൊത്തി അരിഞ്ഞിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം. ചെമ്മീൻ വട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ചെമ്മീൻ നമ്മൾ കഴുകിയ ശേഷം വെള്ളം മൊത്തം കളയണം, നനവുണ്ടാകാൻ പാടില്ല. അപ്പോൾ 250 ഗ്രാം ക്ലീൻഡ് പ്രോൺസ് ആണ്. 1/2 കിലോ എടുത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വരുമ്പോൾ 250 ഗ്രാംസ് കിട്ടും. ഇത് ആദ്യം ഒന്ന് ചെറുതായിട്ട് പൾസ് ചെയ്തെടുക്കാം. നോക്കിയത് ചെറുതായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒരുമിച്ച് ചതച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 15 അല്ലി ചുമന്നുള്ളി. ചുമന്നുള്ളി രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത് ഇട്ടേക്കുന്നത്. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാം. ഞാനൊരു 4 പച്ചമുളകാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 6 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. ചെറിയൊരു പിടി കറിവേപ്പില. അടുത്തായിട്ട് നമുക്ക് മസാലകൾ ഇടാനായിട്ടുണ്ട്. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതാണ്. 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര്. ഇതിൻ്റെ ഒരു പകുതിയെ എടുത്തിട്ടുള്ളൂ, കുറച്ച് മതി ചെറിയൊരു പുളി കിട്ടാനായിട്ട്. അപ്പോൾ എപ്പോഴും അരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് പീസസ് കിട്ടണം, അതേപോലെ വേണം അരയ്ക്കാൻ. അപ്പോൾ ഒത്തിരി സ്മൂത്തായിട്ട് അരയേണ്ട ആവശ്യമില്ല, ഇതേപോലെ കുറച്ച് തരി വേണം. ആ രീതിയിൽ അരച്ചെടുക്കുക. നമ്മൾ ഈ അരച്ചെടുത്ത മിക്സ്ചർ നമുക്കിനിയും ഷേപ്പ് ചെയ്തെടുക്കണം. കുറച്ച് എണ്ണ തൂത്തിട്ടാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്യാൻ എളുപ്പമാണ്. ഫ്രൈ ചെയ്യുന്ന വെളിച്ചെണ്ണയിലാണ്, അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ ചെറിയൊരു ബോളാക്കുക, ഒരു പാറ്റി പോലെ ആക്കി വെക്കുക. ഈ ഒരു സൈസിൽ ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ ഒരു 16-17 വടയാണ് ഈ ഒരു സൈസിൽ കിട്ടുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടാക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വട ഇടുമ്പോൾ നല്ല ചൂട് വേണം എണ്ണയ്ക്ക്. അതിനുശേഷം നമ്മൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. രണ്ട് സൈഡും നല്ലതായിട്ട് ബ്രൗൺ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതേപോലെ രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എടുക്കാം.
ബാക്കിയുള്ള വടയും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 4 മണി പലഹാരമായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു ചെമ്മീൻ വട. നല്ല എരിവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എരിവ് അധികം വേണ്ടാത്തവർ ഒരു 3 മുളകായിട്ടൊക്കെ കുറയ്ക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.